അസ്സലാമലൈക്കും. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് പുതിയൊരു ഇത് ഒരു വെറൈറ്റി മാവ് ഞങ്ങൾക്ക് ഇതിൽ കൂടെ കൊണ്ടുപോകുമ്പോൾ വാങ്ങിയതാണ്. ഞങ്ങളുടെ വീട്ടിൽ മാവുണ്ട്, പക്ഷേ അത് മാങ്ങ ഒരു സുഖമില്ലാത്ത മാങ്ങയായിരുന്നു. അത് കാരണം പിന്നെ മാവില്ല. അപ്പോൾ എനിക്ക് എല്ലാ വീട്ടിലും ഇങ്ങനെ ചെറിയ മാവ് ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് നല്ല ഇഷ്ടമുണ്ടായിരുന്നു, അത് വാങ്ങിയാലോ എന്ന്. അങ്ങനെ ഓട്ടോറിക്ഷയിൽ മണ്ണുത്തിന്ന് കൊടുന്നാണ് തന്നിട്ട് ഒരു മാവ് തന്ന മാവാണത്. അപ്പോൾ ഞാൻ അതിൽ നടാൻ വേണ്ടിയിട്ടുള്ള മണലും പിന്നെ ഇതും ഈ നമ്മളെ വീട്ടിലുണ്ടാക്കിയ കുറച്ച് ജൈവവളം കൂടിയിട്ടാണ് ഞാൻ ഈ ചേർത്തിട്ടാണ് അതിപ്പം മിക്സ് ചെയ്യണത്. അത് ഇതൊക്കെ ഞാൻ വീട്ടിലുള്ള മാലിന്യങ്ങൾ ഫുള്ളും കൊണ്ടുപോയിട്ട് എല്ലാ മാലിന്യം നമ്മൾ എന്താണ് വേണ്ടാതെ വലിച്ചെറിയുന്നത് ആ എല്ലാ മാലിന്യവും കൊണ്ടുപോയി ഞാനൊരു ബക്കറ്റിൽ ശേഖരിച്ച്, അത് ഞാൻ കാണിച്ചു തരാൻ മറന്നു പോയതാണ് കേട്ടോ. ബക്കറ്റിൽ ശേഖരിച്ചിട്ടുണ്ടാക്കിയ ഒരു ജൈവവളമാണ്. പിന്നെ ഇത് ചകിരിച്ചോറാണ്. ചകിരിച്ചോറും എല്ലാതും കൂടെ ഒരേപോലെ അളവിലെടുത്തിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഈ ചെയ്യുന്നത്, മാവ് നടുന്നത്. ഇനി കുറച്ച് അതും കൂടെ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ഞാനിനി കുറച്ച് ചാണകപ്പൊടി അതിൽ മിക്സ് ചെയ്യും. ചാണകപ്പൊടി ഇതാണ് ചാണകപ്പൊടി കേട്ടോ. ചാണകപ്പൊടി മിക്സ് ചെയ്യണേ. ജൈവവളം ഞാൻ കാണിച്ചു തരാൻ മറന്നു പോയതാണ്. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൃഷിക്കാർ എല്ലാം കാണുമ്പോൾ ഇതിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരണം. ഞാൻ ആദ്യമായിട്ടാണ് ഈ കൃഷി ചെയ്യാൻ പോകുന്നത്. ആദ്യമൊക്കെ ചെയ്തിരുന്നു, പക്ഷെ അതൊന്നും വലിയ ഇതായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ വളങ്ങൾ ഉണ്ടാക്കിയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് കാണുന്നവരുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് ഇത് സ്കിപ്പ് ചെയ്യാതെ കാണുക. കണ്ടിട്ട് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്തുള്ള ബെല്ലൈക്കനും കൂടി അനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ എല്ലാ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അതൊക്കെ ഞാൻ ആ ബക്കറ്റ് ഒരു 30 ലിറ്ററിൻ്റെ ബക്കറ്റ് എടുത്തുള്ളത്. അതിൽ ഞാൻ കുറച്ച് പകുതിയോളം കരിയില നിറച്ചിട്ടുണ്ട്. അതിൻ്റെ മേലേക്കാണ് ഈ പോട്ടി മിക്സ് ഫുള്ളും തയ്യാറാക്കിയ ഇത് വളം മണലും എല്ലാ വളം കൂടി ചേർത്തിട്ടുള്ളതും കൂടെ ഇട്ടിട്ട് ഇതാക്കുന്നത്. അങ്ങനെ അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാവും മാവ്. അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയാണ് നട്ടത് എന്നൊക്കെ ഒന്ന് പറഞ്ഞുതരില്ല. ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ എനിക്കത് ചെയ്യാലോ. പിന്നെ അടുത്ത മാവ് നടുമ്പോൾ ഞാൻ ടെറസിൻ്റെ മേലെ കേട്ടാ ഈ മാവ് നടാൻ പോണത്. ഈ മാവാണ് ഞങ്ങൾ വാങ്ങിയത്. 270 രൂപയാണ് ഈ മാവിന്. ഇത് മണ്ണുത്തിന്ന് കൊടുന്നതാണെന്ന് പറഞ്ഞത്. അപ്പോൾ അത് നടാൻ വേണ്ടി ഇനിയിപ്പോൾ അതിൽ നിന്ന് കുറച്ച് മണൽ ഒക്കെ മാറ്റി കുഴി പോലെ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ കവർ ഇങ്ങോട്ട് അടിഭാഗം പൊട്ടിച്ചിട്ട് അങ്ങനെ വലിച്ചെടുക്കുകയാണ്, കയറി എടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാനും കൂടിയിട്ടാണ് ചെയ്യണത്. അത് മുഴുവനായിട്ട് കീറിയെടുത്ത് ശേഷം കുഴിയിലേക്ക് വെച്ചിട്ട് അതിൻ്റെ മേലെയുള്ള മണൽ അവർ കൊണ്ടുവന്ന ഇതിലുള്ള കവറിലുള്ള മണൽ ഈ ചരലാണ്. ആ ചരലിനാണ് ഞങ്ങളിവിടെ പറയുക. നിങ്ങളവിടെ എന്താ ഓരോരുത്തർ ഓരോ നാട്ടിലും ഓരോന്നാണല്ലോ പറയുക. അപ്പോൾ അത് മാറ്റിയിട്ട് അത് പൊടിച്ച് അതിൽ തന്നെ ഇട്ട് കൊടുക്കുക. അതിൻ്റെ വേരുകളൊക്കെ നല്ല ഒരു ഇതായിട്ട് ഇരുന്നുണ്ട്. അപ്പോൾ ഒരു കരുത്ത് ഉറപ്പായിട്ട് പിടിച്ചിരിക്കണില്ല അത് മണൽ ആ ചരൽ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പൊട്ടിച്ച് അതിൽ തന്നെ ഇടുക കേട്ടോ ഞാൻ ചെയ്യണത്. എന്നിട്ട് അതിൻ്റെ അത് ഒട്ടുമാവാണ്, ഗ്രാഫ്റ്റ് ചെയ്താട്ടാന്ന് തോന്നുന്നുണ്ട് ആ മാവ്. ഇതിൻ്റെ പേരൊന്നും എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് മറന്നു പോയി ഇതിൻ്റെ ഈ മാവ് എന്താണെന്നുള്ളത്. ആർക്കെങ്കിലും അറിയാമെങ്കിൽ അതിൻ്റെ പേര് പറയുക. എന്നിട്ട് അതിൻ്റെ അടിഭാഗം വരെ ഞാൻ അത് മണൽ ഇട്ട് നിറച്ചിട്ടുണ്ട്. ഇനി മണലിട്ട് നിറച്ച് ഞാൻ ഇഷ്ടിക വെച്ച് അതിൻ്റെ മേലെ കയറ്റിയിരിക്കുന്നതാണ്. പിന്നെ ഞാനവിടെ വീട്ടിലും തയ്യാറാക്കിയ ജൈവവളം ഉണ്ടല്ലോ, ആ ജൈവവളം കൊണ്ടുണ്ടാക്കിയ പച്ചക്കറിയാണിത്. ഒക്കെ നന്നായിട്ട് ഹെൽത്തി ആയിട്ടും ഇതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ആഴ്ചയിൽ ഒരു ദിവസം ആ ജൈവവളം കമ്പോസ്റ്റ് ഞാൻ ഇട്ട് കൊടുക്കും. മാലിന്യ കമ്പോസ്റ്റ് ഞാൻ ഇട്ട് കൊടുക്കും. പിന്നെ ഞാനൊരു എല്ലും പൊടിയും ഇതൊക്കെ കൂടെ ഉള്ളൊരു വളം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ വെള്ളം ഒഴിച്ചിട്ട് അതിന് ശേഷം ഞാൻ കുറച്ച് വാങ്ങിയ എല്ലും പൊടി ഇതൊക്കെ ചേർത്തൊരു വളമാണ്. ആ വളം അതിന് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിങ്ങനെ സൈഡ് ഭാഗത്തായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ചിട്ട് കൊടുത്താൽ മതി. അത് ആഴ്ചയിൽ ഒരു ദിവസം 2 ആഴ്ച കൂടുമ്പോഴായിട്ട് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് അത് മണ്ണിട്ട് മൂടല്ല. ഞാൻ മറ്റേതൊക്കെ അങ്ങനെ ചെയ്യാറ്. ഞാൻ ആദ്യമായിട്ട് ചെയ്യണോണ്ട് ഇനി അങ്ങനെയല്ല എന്തുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും അഭിപ്രായം അറിയിക്കുക.
ഇത് ഇത്ര ഇടണോ ഇടണ്ടേ എന്നുള്ളതൊക്കെ കേട്ടോ, വളം എങ്ങനെ ഇടണോ എന്നൊക്കെ ഉള്ളൊരു അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഓരോരുത്തരും അറിയുന്നവർ എനിക്ക് പറഞ്ഞു തരണം, കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് ഇനി ഇത് പിടിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടെന്നും അതിൻ്റെ മറ്റേ പച്ചക്കറികളൊക്കെ എങ്ങനെ ഈ വളം ഇട്ടിട്ട് എങ്ങനെ ആയിരിക്കണോ, ഹെൽത്തി ആയിരിക്കണോ അതോ എന്താ ഇത് ഒക്കെ പോയോ, മാവ് പിടിച്ചോ എന്നുള്ളതൊക്കെ ഉള്ള അടുത്ത വീഡിയോസിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അറിയുന്നവരെല്ലാം എനിക്ക് അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. എൻ്റെ പച്ചക്കറികളൊക്കെ നല്ല ഇപ്പോൾ മഴ ഇല്ലാത്തതുകൊണ്ട് വെയിലാണ്, നല്ല ചൂടല്ല, ചൂടത്താണ്. അതുകൊണ്ട് ഞാൻ ദിവസം ഒരു നേരം നനച്ച് കൊടുക്കാറുള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ഇതിൽ ചകിരിച്ചോറും ഇല കരിയില കമ്പോസ്റ്റാണ് അടിയിലിട്ടുള്ളത്. അപ്പോൾ കുറച്ച് നല്ല ചകിരി തൊപ്പയും ഇതൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ദിവസം നനച്ചാൽ ഒരു നേരം നനച്ചാൽ മതി. അതിൻ്റെ നനവ് എപ്പോഴും അതിലുണ്ടാവും, ഈർപ്പം എപ്പോഴും നിലനിർത്തും. അത് കാരണം ദിവസം വൈകിട്ട് മാത്രം നനക്കുള്ളൂ. അപ്പോൾ എല്ലാവരും ഇത്രയുള്ള വീഡിയോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അഭിപ്രായം പറയാം. ഓക്കെ, I'll be the last one left when the lights go out. I'm down to one last breath, but I can't stop now. We all fall down sometimes, yeah.